എല്ലാ വേഷവും നമുക്ക് സന്തോഷം തരുന്നതാണ്. പക്ഷേ നായകനാവുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലിയ സിനിമകളിലും ചെറിയ സിനിമകളിലും ആയിട്ട് ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഒക്കെ നമ്മൾ പ്രയത്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി അന്വേഷിക്കൽ, പോയി മുട്ടുക എന്ന് തന്നെയാണ്. അങ്ങേര് വന്നങ്ങാണ്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞ് ഈ ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല. പിന്നെ നസീറിലേക്ക് കളിച്ച സ്ഥലത്താണല്ലോ നമ്മുടെ ഫേസ് വന്ന് വീഴുന്ന വരുമ്പോണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. നമസ്കാരം. 50 വർഷത്തെ അഭിനയ ജീവിതം, 70-ാം വയസ്സിൽ 70-കാരനായി ഒരു സിനിമയിലെ നായകനായി എത്തുന്നു. ഒരുപാട് സിനിമകളിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു നാടക നടനാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ജയരാജ് കോഴിക്കോടാണ്. ജയേട്ടാ, സ്വാഗതം. നമസ്കാരം. ഒരുപാട് വർഷം സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ നായകനായി എത്തുന്നത്. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന സിനിമയിൽ നായകനായി നമ്മളെല്ലാവരും കണ്ടു. ആ ഒരു സമയത്തുണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? ഒരുപാട് കാലം പിന്നെ സിനിമയിൽ അഭിനയിച്ചാണ് കൂടുതൽ. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ കുറേ വർഷങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നായകനായിട്ട് വരുന്ന ആദ്യമായിട്ടാണ് ഈ പ്രണയം തുടരുന്നു എന്ന സിനിമ. അപ്പം കിട്ടിയൊരു ഫീൽ അത് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു നായക വേഷം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ മെയിനായിട്ട് നടക്കുന്നത് ഒരു നായക വേഷം കിട്ടുക. എല്ലാ വേഷവും നമുക്ക് രസമാണ്. എല്ലാ വേഷവും നമുക്ക് സന്തോഷം തരുന്നതാണ്. എല്ലാ വേഷവും നമുക്ക് ഒരു ഉത്സാഹം തരുന്നതാണ്. പക്ഷേ നായകനാവുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്, ക്രെഡിറ്റ് എന്നല്ല, അതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നാടകത്തിൽ കിട്ടുന്ന ഒരു പ്രാധാന്യം സിനിമയിൽ എങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നാടകത്തിലുള്ള അഭിനയവും സിനിമയിലുള്ള അഭിനയം ശരിക്കും രണ്ടിനാണ്. കാരണം നാടകത്തിൽ നമ്മൾ അഭിനയിക്കുക എന്ന് പറയുമ്പം വർഷങ്ങളോളം തുടർച്ചയായിട്ടുള്ള അഭിനയമാണ്. അല്ല, വർഷങ്ങളോളമല്ല, പിന്നെ നമുക്കൊരു നാടകം അഭിനയിക്കാൻ അവസരം കിട്ടി. നാടകം ആദ്യം കുറേ വായിക്കുന്നു. ആ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റിഹേഴ്സൽ എടുക്കുന്നതിന് ഓരോരോ പോർഷനായിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതൊരു റിഹേഴ്സൽ എടുക്കുമ്പോൾ നമ്മൾ നാടകം എങ്ങനെയാണോ പോകുന്നത് അതേമാതിരി തന്നെയാണ് റിഹേഴ്സൽ എടുത്തുകൊണ്ടിരിക്കുക. സ്റ്റാർട്ടിങ് തുടങ്ങി അതിൻ്റെ പഞ്ചസന്ധ്യകളിലൂടെ ഇങ്ങനെ പോകും. നമ്മളെ മുഖസന്ധ്യ, പ്രതിമുഖസന്ധ്യ, ഗർഭസന്ധ്യ, പരിണാമസന്ധ്യ എന്ന് പറയുന്ന മാതിരി തന്നെ നമ്മൾ നാടകം അഭിനയിച്ചുകൊണ്ട് പോകും. എന്നാൽ സിനിമക്കതല്ല. സിനിമക്ക് നമുക്ക് ചിലപ്പോൾ കഥ തന്നെ ചിലപ്പോൾ പൂർത്തിയായിട്ട് പോലും ഉണ്ടാവില്ല. സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ടൊരു പ്ലാനൊക്കെ കയ്യിൽ മനസ്സിലുണ്ടാവുള്ളൂ. അധികം അന്നന്ന് അപ്പോഴൊക്കെയായിരിക്കും സ്ക്രിപ്റ്റ് എഴുതലും പിടിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എടുക്കുന്ന പോർഷനാണ് മെയിനായിട്ട്. ആ എടുക്കുന്ന പോർഷനാണ് നമ്മൾ പഠിക്കുന്നതും പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പം അവസാനത്തെ പോർഷനായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ചിലപ്പം മധ്യത്തിലുള്ളതായിരിക്കും. നമുക്ക് ഇതിൻ്റെ അപ്പുറം എന്താണ് ഇപ്പുറം എന്താണെന്ന് കാര്യമായിട്ട് മനസ്സിലാവണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടുള്ളൂ. അങ്ങനെ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ആക്ടിങ്ങിലും ഇതിനകത്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ആക്ടിങ്ങിൻ്റെ രീതിക്കും വ്യത്യാസമുണ്ട്. കാരണം സ്റ്റേജിൽ ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ടാണോ അല്ലെങ്കിൽ വലിയ ഹോളാണോ അവിടെയുള്ള എല്ലാ ഓഡിയൻസും എൻ്റെ അഭിനയം കാണണം എന്നുള്ള രീതിയിൽ ഞാനത് വളരെ എക്സ്പ്രസ് ചെയ്യും. നേരെ മറിച്ചിട്ട് ഇതിലല്ല, സിനിമയിൽ ഇവർ ഏത് റേഞ്ചാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യണം. അപ്പോഴേ നമുക്കത് ഓവർ ആക്ട് ആവാതെ അല്ലെങ്കിൽ പിന്നെ അഭിനയം തീരെ ഇല്ലാതെ ആവാനും പറ്റും. കാരണം ക്യാമറ എങ്ങനെയാണ് നമ്മൾ വരുന്നതെന്ന് അറിയില്ല. ശരിക്കും കണ്ണിൻ്റെ അവിടുന്ന് നമ്മൾ കരയുന്ന സമയത്ത് കണ്ണിൻ്റെ അവിടുന്ന് കണ്ണീര് വരുന്നതായിട്ടുള്ള പോർഷൻ എടുക്കുന്നത് വെച്ചാൽ ക്ലോസാണ് ക്യാമറ എന്ന് വെച്ചാൽ നമുക്ക് അത്രയൊന്നും വേണ്ട, കണ്ണ് മാത്രം മതി. നേരെ മറിച്ച് ഈ പിന്നെ ഓഡിയനെ അങ്ങേ അറ്റം വരെ എത്തണമെങ്കിൽ അല്ലെങ്കിൽ വലിയ ഹോളിലേക്ക് സാധനം എത്തണമെങ്കിൽ നമ്മളിത് വലുതായി കാണിക്കുന്നത് വേണം. ഈ ഒരു ആക്ടിങ് പോലും നമുക്ക് ഇതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. വലിയ സിനിമകളിലും ചെറിയ സിനിമകളിലും ആയിട്ട് ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. സത്യൻ അന്തിക്കാട്, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരുടെ ഒക്കെ സിനിമയിൽ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സിനിമയിലേക്കൊക്കെ ഉള്ള ഒരു കടന്നുവരവ് എങ്ങനെയാണ്? ഒക്കെ നമ്മൾ പ്രയത്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി അന്വേഷിക്കൽ, പോയി മുട്ടുക എന്ന് തന്നെയാണ്. എല്ലാവരും പോയി കാണുക, സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ ഡോർ ബിസിനസ്സുമായി തന്നെ എവിടെ ആരാ ഡയറക്ടർ പടം തുടങ്ങാൻ പോകുന്നുണ്ട് നമ്മളെങ്ങനെയെങ്കിലും അറിയുക.
തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡയറക്ടറെ പോയി കണ്ടുകൊണ്ടിരിക്കുക. ആ സിനിമയിൽ ബന്ധപ്പെടുന്ന ആളുകളെല്ലാവരുമായിട്ട് ബന്ധപ്പെടും. ക്യാമറമാനായിട്ടും പ്രൊഡ്യൂസറായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ടും പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഇവരായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ, ഒരു ചാൻസ് വാങ്ങാൻ പറ്റുമെന്ന് നോക്കലേ. അങ്ങനെ തന്നെയാണ് അതിൽ ബന്ധപ്പെടുന്നത്. മാജിക് ഒക്കെ പഠിച്ചിക്കണേ കേട്ടിക്കണേ, അതൊക്കെ മാജിക്കൊക്കെ തന്നെ ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പഠിച്ചതാണോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതിങ്ങനെ തന്നെ അത് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ മാജിക്കാരൻ്റെ അടുത്ത് പോകുന്നത് ഞാൻ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് കുറേ കാലം. ഡ്രംസൊക്കെ വായിക്കാറുണ്ട്, പാട്ടിന് ഓർക്കസ്ട്രൊക്കെ. അപ്പോൾ ഒരിക്കൽ ഒരു മാജിക് ഒരു മാജിക് ഷോ നമ്മൾ കോഴിക്കോടുള്ള പ്രദീപ് ഉടിനോ എന്ന് പറയുന്ന മാജിഷ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മാജിക് കാണാനുള്ള വേണ്ടി അപ്പോൾ അവിടെ പോയ സമയത്ത് അങ്ങനെ ആ മ്യൂസിക് വളരെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ തോന്നി. അപ്പോൾ അതായിട്ട് മുമ്പ് സംസാരിച്ച ഞാൻ മെയിനായിട്ട് എന്താ ഉപയോഗിച്ചാൽ ഇവർ മാജിക്കർ പല സ്ഥലത്തും മാജിക് കളിക്കാൻ പോകുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഡയറക്ടേഴ്സിനെ അവിടെയുള്ള സിനിമാക്കാർ ബന്ധപ്പെടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ശരിക്കും മ്യൂസിഷ്യനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് മ്യൂസിക്കായിട്ട് വരുന്നത്. അപ്പോൾ മ്യൂസിക്കിൻ്റെ മാജിക്കിൻ്റെ കൂടെ മ്യൂസിക്കിനൊക്കെ പോകുമായിരുന്നു. അപ്പം അവരുടെ ഗ്യാപ്പുകളിൽ ഇങ്ങനെ മാജിക്കാരനെ സഹായിച്ച് അങ്ങനെ അത്യാവശ്യം മാജിക്കുകൾ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അല്ല, അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലെ നാടകത്തിലൊക്കെ? വളരെ ചെറുപ്പത്തിലെ നാടകത്തിനുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. വീട്ടുകാരുടെ അതിൻ്റെ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ പുത്രൻ ഞാനായിരുന്നു. പിന്നെ അച്ഛനില്ല. അച്ഛൻ ഓർമ്മ ഉള്ള കാലം മുതൽ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജ്യേഷ്ഠന്മാരും ബാക്കി എല്ലാവരുമാണ്. ഒരേ തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മുഷിപ്പൊക്കെ തോന്നിയിട്ടുണ്ടോ? അത് മതി സിനിമയിലേക്ക്? ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മടി ഉണ്ടാവും തോന്നുന്നില്ല. ഏത് റോളായാലും ഇപ്പം പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കുന്ന ഒരാൾ ഒരു കോമഡി റോളോ അല്ലെങ്കിൽ അച്ഛൻ്റെ റോളോ അഭിനയിക്കുന്ന ആൾ വർഷങ്ങളോളം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ നാടകം പിന്നെ ക്ലിക്കായിട്ട് ഒരുപാട് കാലം കളിക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകങ്ങളൊക്കെ എത്രയോ വർഷമായി കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ആൾ ഒരിക്കലും നമുക്ക് മുഷിപ്പ് തോന്നുന്നില്ല. നമ്മളൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം ഒരിക്കലും അല്ലെങ്കിലും ഒന്നെ ആയിട്ട് വരുമില്ല. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പിന്നെ നാടകം ശ്രമിച്ചുകൊണ്ടിരിക്കും വേറെ ഏതെങ്കിലും മൂവ്മെൻറ്റിലേക്ക്, വേറെ ഏതെങ്കിലും രീതിയിലേക്ക്, അങ്ങനെയുള്ള പല രീതിയിലും. ഇപ്പോൾ ആക്ടിങ് തന്നെ നമ്മൾ ബാക്കി ഡാൻസേഴ്സിനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റില്ല. കാരണം ഒരേ ആക്ഷൻ തന്നെ അവർ 10 രീതിയിലൊക്കെ ചെയ്യും. അത് നമ്മളെ ഒരു പിന്നെ നാടകത്തിലൊരു ആക്ടറുണ്ട്, സ്ത്രീവേഷം കെട്ടി ആടിയിരുന്ന, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവരൊക്കെ പണ്ടുള്ള നടന്മാരൊക്കെ തന്നെ ഈ മരണ സീനൊക്കെ ചില പ്രത്യേക സീനൊക്കെ അഭിനയിക്കുമ്പം ഓഡിയൻസ് വിളിച്ച് പറയും റിപ്പീറ്റ് എന്ന് വെച്ചാൽ ഇവരൊന്നും കൂടി ചെയ്യും. അപ്പം അതിന് സന്തോഷം കൊണ്ട് അവർ പിന്നെ പണം എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഒരു മരിക്കുന്ന സീനാണെങ്കിൽ മരിച്ച് വീണ സീനിൽ വീണ്ടും റിപ്പീറ്റ് വരുമ്പോൾ ഇയാൾ എണീച്ചിട്ട് വീണ്ടും മരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും 2 പ്രാവശ്യം 6 പ്രാവശ്യം എങ്ങനെയാണ് മരിക്കുക. പക്ഷേ അത് ശരിക്കും നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ 6 മരണം ഇയാൾ 6 തരത്തിലാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും വിളിച്ച് പറയുന്നതും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്കത് മടുപ്പ് തോന്നില്ല. ഒരു തരത്തിൽ വരുമ്പോൾ വേറെ രീതിയിൽ വരും, വേറെ രീതി അങ്ങനെ നമ്മൾ പാഷൻ ചെയ്ത് അങ്ങനെ. ഈ സൗണ്ട് എഫക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൗണ്ട് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കത് ഈ ഡോർ ക്ലോസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒക്കെ അത് നമ്മൾ ഇതൊക്കെ ഒരു ഗ്യാപ്പിൻ്റെ സമയത്ത് പടമില്ലാത്ത സമയങ്ങളിൽ താല്പര്യം കൊണ്ട് പഠിക്കുന്നതാണ് ഇതൊക്കെ. അതായത് നമ്മൾ സിനിമയ്ക്ക് നമുക്ക് 3 തരം സൗണ്ട് ശരിക്കും കൊടുക്കുന്നുണ്ട്. ഒന്ന് നടൻ പറയുന്ന ഡയലോഗല്ല, 2 നടൻ്റെ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം, അതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത്, BGM എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്രിയേറ്റീവ് സൗണ്ട് നമ്മളെ ഒരു നടനെ സഹായിക്കാൻ വേണ്ടി കണ്ട് ചെയ്യുന്ന അവന് ഉപയോഗിക്കുന്ന ആഹാര്യാഭിനയം എന്ന് പറഞ്ഞാൽ ഇത് നടനെ സഹായിക്കുന്ന കുറേ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അവൻ്റെ കയ്യിലുള്ള സാധനം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ദേഷ്യം പിടിച്ച് പോവുകയാണ്. അപ്പോൾ ദേഷ്യം പിടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് എണീച്ചങ്ങനെ പോവാം. നേരെ മറിച്ച് കസാല നീക്കുന്ന സമയത്ത് ഒരു നീക്കലുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ദേഷ്യം കസാല മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം കൊടുക്കുമ്പം ഇയാളെ ഒന്നും കൂടി നല്ല ആക്ട് ചെയ്ത മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നടനെ സഹായിക്കുന്ന കുറേ
ഘടകങ്ങളാണ്. അത് നമ്മുടെ സിനിമക്ക് ത്രൂ ഔട്ട് ചെയ്യണം, എന്നാലേ ഉള്ളൂ അത് എഫക്റ്റ് ആവുള്ളൂ. അതാണ് സൗണ്ട് എഫക്ട്സിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഹെലൻ എന്ന സിനിമയിലൂടെയാണ് ആളുകളിലേക്കൊക്കെ ഒന്നുകൂടെ ജയരാജേട്ടനെ ഒന്നും കൂടെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഹെലനിലേക്കൊക്കെ എങ്ങനെയാണ് അതിനുശേഷം നല്ല ക്യാരക്ടേഴ്സൊക്കെ കിട്ടി? നമ്മുടെ പ്രണയം തുടരുന്നു എന്നുള്ള സിനിമയിൽ നായകനായതും അതിന് ശേഷമാണല്ലോ. അപ്പോൾ ഹെലനിലേക്ക് എങ്ങനെയാണ്? ഹെലനിലേക്ക് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു, ഞാനൊരു ഇതേമാതിരി ഒരു പടം പാലക്കാട് നടക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസർ. അപ്പോഴാണ് വിനീതിനെ കാണുന്നത്. അപ്പോൾ വിനീതായിട്ട് സംസാരിക്കുകയും, അപ്പോൾ വിനീതിനോട് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു, അച്ഛൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച ആളാണ്, ഏതെങ്കിലും പറഞ്ഞ അവസരം ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ. അങ്ങനെ ആ സമയത്താണ് എനിക്കൊരു പിന്നെ ഒരു ടെലിഫിലിമിൽ ഒരു പോലീസുകാരൻ്റെ വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ചുമ്മാ വെറുതെ അവൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോഴാണ് വിനീതിൻ്റെ ഫ്രണ്ട് ഒരു പടം എടുക്കുന്ന സമയത്ത് ഈ ഫോട്ടോ അവൻ അയച്ചു കൊടുക്കുകയും കഴിയുമെങ്കിൽ ഇയാൾക്കൊരു വാങ്ങിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ മാത്തുക്കുട്ടി എന്നെ വിളിക്കുന്നത്. ഈ ഒരു പോലീസുകാരൻ ചെയ്യാനായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ മാത്തുക്കുട്ടി എന്നെ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞ്, നമുക്ക് പോലീസുകാരൻ്റെ വേഷം ചെയ്യേണ്ട, വേറൊരു വേഷമുണ്ട്, പക്ഷേ വേഷം ചെറുതാണ്, പിന്നെ അത് ചെയ്തോടെ വെച്ചാൽ നമ്മൾ എന്തായാലും ചെയ്യാം, നിങ്ങൾ ചെയ്യുന്ന ഏത് വേഷം നമ്മൾ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ വേഷമായിരുന്നു എൻ്റെ ഏറ്റവും നല്ല സിനിമയിലത്തെ ഏറ്റവും നല്ല വേഷം അതായിരുന്നു. എനിക്ക് ക്ലിക്കായ വേഷം അതാണ്, ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് അതാണ്. അതിനുശേഷം നായകന് അതിനുശേഷം സിനിമാക്കാരനായി മാറിയത് സത്യം പറഞ്ഞാൽ ഇതാണ്. ഹെലന് ശേഷം ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടാവല്ലോ. ഞാൻ കേട്ടു ഹെലൻ്റെ തമിഴ് ഹിന്ദിയിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു കൊറോണ കാരണം, അങ്ങനെയൊക്കെ അപ്പോഴത്തേന് കൊറോണ പിന്നെ എല്ലാവരും ബാധിച്ചാണ്, നമ്മളൊരാളല്ലേ. കൊറോണ പിന്നെ എല്ലാവരും ബാധിച്ചതിനെ കൊണ്ട് പിന്നെ എല്ലാ ഫീൽഡിലും വന്നതിനെ കൊണ്ട് അതിലങ്ങനെ കുറേ സംഭവം ഉണ്ടായില്ല. ഇത് കഴിഞ്ഞ പാടിന് തമിഴ് വിളിച്ചിരുന്നു, തമിഴ് ഞാൻ തന്നെയാണ് ചെയ്തത് ആ വേഷം. പിന്നെ ഹിന്ദി വിളിച്ചിരുന്നു, പക്ഷേ ഹിന്ദിയിൽ എന്താ വെച്ചാൽ പിന്നെ സ്പോട്ട് ഡബിങ് ആയിരുന്നു. ഈ സ്പോട്ട് ഡബിങ് കാരണം അത്ര ഫ്ലുവൻ്റായിട്ട് ഹിന്ദി പറയാൻ പറ്റാത്തതിനെ കൊണ്ട് ഹിന്ദി കുറേ പഠിക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയേ, കുറേ നമ്മളെ ഹിന്ദി മലയാളം സാഹിയൊക്കെ കൊണ്ടുവന്ന് കുറേ വായിച്ച്, പക്ഷെ അത് ഇതായില്ല. അപ്പോൾ അവർ ലൈവായിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ആ റോള് വേറെ ആരോ ചെയ്തത്. സംഗീതം ഒക്കെ ചെയ്തിട്ടുണ്ട്, സംഗീത സംവിധായകനൊക്കെ ആയിട്ടുണ്ട്, നാടകത്തിൽ ആയാലൊക്കെ. അതൊക്കെ ഇങ്ങനെ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ? നല്ല പാടുമോ? പാട്ടില്ല, പക്ഷേ ഞാൻ ഋതമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. തബല, പിന്നെ ഡ്രംസ്, അങ്ങനെയൊക്കെ അത്യാവശ്യമായിട്ട് കാര്യങ്ങളുണ്ടായിട്ടില്ല. അല്ലാണ്ട് അതൊന്നും ക്ലാസിക്കലായിട്ട് പഠിച്ചല്ല. ഇതൊക്കെ മേലെ സന്ദർഭവശാൽ പഠിച്ച് സമയം കിട്ടുമ്പോൾ പഠിച്ചു പോയതാണ്, ഏതോ ദൈവാധീനം കൊണ്ടൊക്കെ പഠിച്ചു പോയതാണ്. അങ്ങനെ കോഴിക്കോട് കുറേ കാലങ്ങളിൽ പിന്നെ ഞങ്ങൾക്കൊരു സീറ്റോൺ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു വെസ്റ്റേൺ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സിയൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ വെസ്റ്റേൺ ഇതിൽ ഡ്രമ്മറായിട്ടും പിന്നെ ഈസ്റ്റേൺ മ്യൂസിക്കിൽ പിന്നെ അതേമാതിരി കോങ്കോ ഡ്രമ്മ, തബല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വെച്ച് വായിച്ചത്. അതിന് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ നാടകത്തിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം നാടകത്തിൽ നമുക്ക് അതിൻ്റെ മൂഡ് നോക്കി ക്രിയേറ്റ് ചെയ്യാനുള്ള ബീജിയം ചെയ്യാനേ ഞാൻ നോക്കില്ല. അല്ലാണ്ട് പാട്ടുകൾക്ക് മറ്റേ ഈണം കൊടുക്കാനൊന്നും ഉള്ള ഡയറക്ടറൊന്നും ആയില്ല. നാടകങ്ങളിൽ നമ്മൾ പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ പറ്റും. അത് പിന്നെ നമ്മൾ ആ മൂഡിനനുസരിച്ചിട്ട് ഉണ്ടാവുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതധികം ഞാൻ ചെയ്തത് ലൈവായി സാധനങ്ങളൊക്കെ ആയിരുന്നു. ലൈവ് സാധനങ്ങളെ കൊണ്ട് മ്യൂസിക് ഉണ്ടാക്കലായിരുന്നു. അങ്ങനെ കുറേ മ്യൂസിക് സാധനങ്ങൾ നാടകത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർക്കസ്ട്രയിൽ ഇതേമാതിരി, പിന്നെ സിനിമയിൽ ചെയ്തത് മ്യൂസിക്കിൻ്റെ ഇതായിട്ട് ഇതാണ്, സൗണ്ട് എഫക്ട്സിൻ്റെ കുറേ കാര്യങ്ങളാണ്. നല്ലൊരു നാടക നടനാണ്, പക്ഷെ എന്നാലും സിനിമയോടുള്ളൊരു ഇഷ്ടം അതെങ്ങനെയാണ്? അത് നമുക്ക് എങ്ങനെയായാലും ഏത് നാടക നടനായാലും പബ്ലിസിറ്റി സിനിമക്കാണ് ഏറ്റവും കൂടുതൽ. നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത്, ഇനിയിപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയില്ല, നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രാദേശികത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പബ്ലിസിറ്റിക്കൊക്കെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകം അല്ലാത്ത നാടകങ്ങൾ ഞാനൊക്കെ അമേച്ച നാടകങ്ങളാണ്. പ്രൊഫഷണൽ നാടകങ്ങളിൽ വരുന്നില്ല. കാരണം പ്രൊഫഷണൽ നാടകങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മളൊരു 3 കൊല്ലത്തേക്ക് 4 കൊല്ലത്തേക്ക് എഗ്രിമെൻ്റ് ചെയ്യണം അവരായിട്ട്. ഏറ്റവും മിനിമം 1 വർഷമെങ്കിലും അവരായിട്ട് മിനിമം ഇതാണ്. അപ്പോൾ ആ ഒരു നാടകമുള്ള സമയത്തൊക്കെ നമ്മൾ പോകണം. ആ സമയത്ത് നമുക്ക് സിനിമ വന്ന് കാരണം കളിക്കാൻ പറ്റില്ല.
അപ്പം എന്തുകൊണ്ട് അപ്പം 90% നമ്മൾ സിനിമയിൽ നിന്നകത്ത് ഒഴിഞ്ഞിട്ട് നാടകത്തിനകത്ത് നിൽക്കുന്ന സമയമാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാടകം ഒഴിവാക്കി സിനിമയിലേക്ക് വരാൻ കാരണം. ഒന്ന് സാമ്പത്തിക മെച്ചം, രണ്ടാമത് പബ്ലിസിറ്റി, പിന്നെ അംഗീകാരങ്ങളും ഏറ്റവും കൂടുതൽ സിനിമ ഇതൊക്കെ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ. അതിപ്പോൾ ഏത് നടൻ്റെയും എനിക്ക് തോന്നുന്നത്, പക്ഷേ എല്ലാ നടന്മാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. എത്ര എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്, അവർ സിനിമയിൽ കിട്ടിയിട്ടും പോകാതെ ഇപ്പോഴും നാടകം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ നല്ല പക്ക പ്രൊഫഷണൽസ് നടന്മാരുമാണ്. ഒരുപാട് വർഷമായിട്ട് സിനിമയിൽ ഇങ്ങനെ അവസരങ്ങൾ ചോദിച്ച് പോയിട്ടുണ്ടോ? അപ്പോൾ അവസരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷമം അത് ഉണ്ടായിട്ടുണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. കാരണം നമ്മളൊക്കെ ഒരുപാട് അങ്ങനത്തെ സങ്കടങ്ങളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ വേഷം കെട്ടി എത്രയോ കാലം മുമ്പേ പറഞ്ഞു വെക്കുകയും ആ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ തന്നെ തയ്യാറാക്കുകയും നാടകമൊക്കെ സിനിമ ഒക്കെ റെഡി ആയി വെക്കുകയും അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുകയും ഷൂട്ടിങ്ങിൽ ഞാനന്ന് സ്റ്റീൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങി പെട്ടെന്ന് വരാൻ ഡയറക്ടർ പറയുന്നു, പെട്ടെന്ന് വന്നു പറഞ്ഞ് ഈ ക്യാരക്ടർ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിപ്പോൾ ഇയാളും കൂടി വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടമാന സമയമാവും, അതിനെക്കൊണ്ട് എനിക്കാണെങ്കിൽ മറ്റന്നാൾ പോകണം എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒഴിവാക്കില്ല, കാരണം നമ്മളൊക്കെ ഇടപെട്ടുള്ള സംഭവമില്ല എന്നല്ല. പക്ഷേ മറ്റേ ആക്ടർ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവർ അത് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് തീർത്ത് അങ്ങനെയൊക്കെ സങ്കടങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അത് കൂടാതെ നമ്മൾ ഷൂട്ട് ചെയ്ത് സ്ക്രീനിൽ വരാതുണ്ടാവും. ആ പടം വിജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഓരോരുത്തരെ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ ഇതാക്കി എഴുതുന്നത്. അത് നമ്മളെ കഷ്ടകാലം, അത് നമുക്ക് വിധിക്കപ്പെടാത്തതാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. എത്രയാണെന്ന് പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ ഒരു സിനിമയത്തെ നായകനാണ്. ജനനം 1947, പ്രണയം തുടരുന്ന സിനിമയിൽ നായകനായി വന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ എത്തുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഒരു സന്തോഷം, അതൊന്ന് ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? നമ്മൾ മനസ്സിൽ അങ്ങനെ വേഷം ഉണ്ടെന്ന് പറയുകയും അങ്ങനെ ആ വേഷം കിട്ടുകയും അത് അഭിനയിക്കുമ്പോൾ ഉണ്ടാകും. നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ പല രീതിയിൽ ആലോചിക്കും. അങ്ങനെ വിചാരിച്ചമായിരുന്നായിരിക്കല്ലോ ചിലക്ക് അഭിനയിക്കുക. അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എഡിറ്റിങ്ങിൽ കട്ട് ചെയ്ത് പോകുന്നൊരു പേടി ഉണ്ടാകും. അത് കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് രക്ഷപ്പെട്ട് തിയേറ്ററിലെത്തിയാലും ചിലപ്പോൾ കട്ട് ചെയ്യും. കാരണം ലെങ്ത്ത് കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ കാണികൾക്ക് ഇഷ്ടപ്പെടാത്ത പോർഷനൊക്കെ വരുന്ന വെച്ചാൽ അവിടെ വെച്ചിട്ടും കട്ട് ചെയ്യും. അതും കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിൽ സന്തോഷമുണ്ടാകും. കാരണം ഇത്രയും കാര്യങ്ങൾ കടന്ന് വന്ന് നമ്മൾ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ എത്രയോ കാലം മുമ്പേ സ്ക്രീനിൽ വീണ സച്ചിൻ സാറിൻ്റെയും പിന്നെ നസീറിൻ്റെയൊക്കെ കളിച്ച സ്ഥലത്താണല്ലോ നമ്മൾ ഫേസ് വന്ന് വീഴുന്ന വരുമ്പോണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് ഭയങ്കര ഒരു അനുഭൂതി തന്നെയാണത്. കാരണം നമ്മൾ വളരെ ചെറുപ്പത്തിൽ കണ്ട സ്ക്രീനിൻ്റെ അകത്ത് നമ്മളെ രൂപ അവിടെ അങ്ങനെ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യം. എങ്ങനെ ടെൻഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? ആ സമയത്ത് നല്ല ടെൻഷനൊക്കെ ഉണ്ടാവുമോ? ഒരു പ്രധാന കേന്ദ്ര കഥാപാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഒരു നായക സ്ഥാനത്തുമ്പോൾ നമുക്ക് അത്ര അതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളത് പഠിച്ച് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു നായകൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പക്ഷേ ഇപ്പം ഞാനിപ്പം പിന്നെ നമ്മളെ ലാൽ സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്തിരുന്നു, ഓളവും തീരും എന്ന് പറഞ്ഞ പടം. അത് അവരെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു തെറ്റിപ്പോയാൽ അവർക്ക് ടെൻഷൻ ഉണ്ടാകുമെന്നൊരു ഇതുണ്ടാകും. ഞാൻ ഫസ്റ്റ് പടം ചെയ്തതും മമ്മൂക്കൻ്റെ കൂടെയാണ്. പിന്നെ ഒരു അഭിഭാഷകൻ്റെ ഡയലോഗ് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞ മാതിരി ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഒന്നോ രണ്ടൊക്കെ തെറ്റി പിന്നെ നമ്മൾ അതങ്ങോട്ട് പിന്നെ പ്രാക്ടിക്കലാണ് കുറേ. ഇവരൊക്കെ 10-25 വർഷമായിട്ട് ഒരേ സംഭവം തന്നെ ചെയ്യുകയും പറയുകയും തെറ്റുകയും പിന്നീട് അപ്പോൾ അവർക്ക് ആ ടെൻഷൻ അതേമാതിരി അവിടെയൊക്കെ എത്തണമെങ്കിൽ നമ്മളിങ്ങനെ കോപ്പി എഴുതി കയ്യക്ഷരം നന്നാവുന്ന മാതിരി ഇങ്ങനെ ചെയ്ത് നന്നാവില്ല വേണം, എന്നാലേ അത് നടക്കുള്ളൂ. കുടുംബം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇങ്ങനെ സിനിമയിലേക്ക് വന്നപ്പോൾ? അച്ഛനൊരു നടനായി ഒക്കെ കേട്ടപ്പോൾ മക്കള് കുടുംബങ്ങളൊക്കെ കുട്ടികൾ ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഞാൻ തന്നെയാണ്. ഞാൻ വിവാഹം കഴിച്ച സമയത്തും പക്ഷേ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. കുറേ കാലം വെസ്റ്റ് ഇന്ത്യ സ്റ്റീൽ കമ്പനിയുടെ വെൽഡറായിട്ട് കുറേ ഇതുണ്ടായിരുന്നു. അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷിഫ്റ്റ് വർക്കായിരുന്നു. രാവിലെ 7 മുതൽ 3 വരെ, 3 മുതൽ രാത്രി 11 മണി വരെ, 11 മുതൽ രാവിലെ 7 വരെ. ഈ സമയങ്ങൾ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ എൻ്റെ നാടകങ്ങൾ, 1 മാൻ ഷോ, മ്യൂസിക്,
മാജിക് ഇതൊക്കെ പോകുന്നുള്ള ഇന്ന പരിപാടികൾ. അപ്പോൾ അന്നേ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം അതായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ സംബന്ധിച്ചുള്ള കമ്പനിയിൽ 90% പിന്നെ എൻ്റെ കമ്പനിയിലെ ഒരു മെച്ചം എനിക്ക് കിട്ടിയ എന്താ വെച്ചാൽ ഒരു 2 വർഷം കമ്പനി വർക്ക് ചെയ്താൽ പിന്നെ ഒരു 3 വർഷം സമരമായിരിക്കും. അപ്പം ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ലോസ് ഓഫ് പേ മറ്റേ ഹാഫ് പേ ആയിരിക്കും, ചിലപ്പോൾ ഹാഫ് പേ ആയിരിക്കും, ചിലപ്പോൾ ലോസ് പേ ആയിരിക്കും. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഇത് സജീവമായിട്ട് നടക്കും, ഇത് അഭിനയം പിന്നെ മാജിക് ഇതൊക്കെ. അപ്പോൾ എൻ്റെ വരുമാന മാർഗ്ഗം അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫാമിലിക്ക് അന്ന് മുതലേ അതൊരു എണിങ് വരുന്നതിനെ കൊണ്ട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. 90% ഈ ഇതിൽ തന്നെയായിരുന്നു വരുമാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് വലിയ കുട്ടികളുടെ അടുത്തും വലിയ ആൾക്കാർ ആ സമയങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എത്രയോ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അവരെ പഠിപ്പിൻ്റെതും പിന്നെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സമയങ്ങളിൽ നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മളെ ഏട്ടന്മാരും ഇവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്, നല്ല രീതിയിലാണ്. എല്ലാവരും അത്യാവശ്യം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്, അത്യാവശ്യം ബിസിനസ് നടക്കുക. ഞാൻ മാത്രമേ ചെറിയ വരുമാനം ഉണ്ടായത്. അവരായിട്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പോൾ പിന്നെ കമ്പനി പൂട്ടിപ്പോയി. പിന്നെ ഇപ്പം എൻ്റെ മെയിൻ വരുമാനം ഇതൊക്കെ തന്നെയായിരുന്നു. മൂത്ത മകൾ മനോരമ ചാനലിലായിരുന്നു, ഇപ്പോൾ അവൾ സ്വന്തം ഒരു ചാനൽ നടത്തുന്നുണ്ട്, വൈഡ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഹസ്ബൻഡ് മനോരമ ചാനലിൽ തന്നെയാണ്. പിന്നെ അവൾ പുറത്തുനിന്നുള്ള പിന്നെ പല സീരിയലുകളൊക്കെ എടുത്തിട്ട് അവൾ പിന്നെ ഭാഷ മാറ്റി കൊടുക്കുക, അങ്ങനെ കുറേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ മകൾ മീഡിയ 1 സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ദിവ്യ എന്ന പേര്. അവൾ ഹസ്ബൻഡ് ഇതേമാതിരി തന്നെ വീട്ടിൽ സ്വന്തം സ്റ്റുഡിയോ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം പിന്നെ മ്യൂസിക്കായിട്ട് നല്ല കക്ഷിയാണ്. അപ്പോൾ മ്യൂസിക് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക, മ്യൂസിക് നല്ല സെൻസുള്ള കക്ഷിയാണ്. മക്കളും ഇതേപോലെ കലാപരമായിട്ട് ചെറിയ പോലെ തന്നെ ആയിരിക്കണം മക്കള്. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റ് എന്തെങ്കിലും? ഇനിയിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടം വരുന്നത് മാ അമ്മ എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്. അത് തോമസ് സബാസ്റ്റ്യൻ എന്ന ഡയറക്ടറാണ് ചെയ്യുന്നത്. അത് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ അത് ഒരു കുരുടനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒന്ന്, അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഒരു വെല്ലുവിളിയായിരുന്നു. പിന്നെ ഏറ്റവും നല്ല ആക്ടർ നമ്മുടെ ദിലീഷ് പോത്തൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഞങ്ങൾ രണ്ടാളാണ് മെയിനായിട്ട് ആ സിനിമയിനകത്ത് നിൽക്കുന്നത്. അതൊരു നല്ല സിനിമയാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുവരെ ഫെസ്റ്റിവലിനൊക്കെ അയക്കാനുള്ള പരിപാടിയിലാണ്. ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും റിലീസാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇപ്പോൾ അടുത്തൊരു പ്രോജക്റ്റ് വരാനുള്ളത്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ തലവെല്ലുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ 1-2 പടങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പടം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതേമാതിരി നാളെ മറ്റന്നാൾ വേറെ ഷൂട്ടുണ്ട്. ഇനി ഒരുപാട് വർക്കുകൾ വരാനിരിക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് തിരക്കുകളൊക്കെയാണ്, ഇന്ന് ഡബ് ചെയ്യാനും ഒരുപാട് ഇത് മാറ്റി വെച്ചിട്ട് ആണ് വന്നിരിക്കുന്നത്. ജയരാജേട്ടാ, താങ്ക് യു. ഇത്രയും സമയം ഞങ്ങൾ സംസാരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.